നമസ്കാരം. ജസ്റ്റിൻ ട്രൂഡോ യുഗം അവസാനിച്ചതോടെ ആരാകും കാനഡയെ നയിക്കുക എന്ന ചോദ്യം ഉയർന്നിരുന്നു. ഇപ്പോൾ അത് ആ ചോദ്യത്തിനും ഉത്തരമായിരിക്കുകയാണ്. ജസ്റ്റിൻ ട്രൂഡോയുടെ പിൻഗാമിയായി കാനഡയെ ഇനി മാർക്ക് കാർണി നയിക്കും. ലിബറൽ പാർട്ടിയുടെ അടുത്ത നേതാവായും കാനഡയുടെ 24ാമത് പ്രധാനമന്ത്രിയെ മാർക്ക് കാർണിയെ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തായാലും കാനഡയുടെ നായകനാകാനുള്ള സ്വപ്നങ്ങൾ നേരത്തെ തന്നെ കാർണി നെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായിരുന്നു, അതായത് 2008 സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് കാനഡയെ പിടിച്ചു നിൽക്കാൻ സഹായിച്ചതിലൂടെയാണ് കാർണി പ്രശസ്തി നേടുന്നത്, കാനഡയുടെ നോട്ടപ്പുള്ളി ആകുന്നതും. അപ്പോൾ കാനഡ നേരിടാൻ പോകുന്ന പുതിയ താരിഫ് യുദ്ധത്തെ നയിക്കാൻ പറ്റിയ നായകൻ എന്തുകൊണ്ടും കാർണി തന്നെയാണ്. ട്രംപിനെ ഹാരി പോട്ടർ ചിത്രത്തിലെ എതിരാളിയായ ഓൾട്ട് മോറിനോട് ഉപമിച്ച വ്യക്തി കൂടിയാണ് കാർണി. അപ്പോൾ എന്തുകൊണ്ടും ട്രംപിന്റെ പണിക്ക് മറുപണി നൽകാൻ പറ്റിയ നേതാവ് എന്ന് വ്യക്തമായി പറയാം. എന്തായാലും പാർട്ടിക്ക് അകത്തും പുറത്തും നിന്നുള്ള പ്രതിഷേധം ശക്തമായതോടെ കനേഡിയൻ പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും ഒഴിയുന്നതായി ജസ്റ്റിൻ ട്രൂഡോ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പുതിയ പ്രധാനമന്ത്രിയെ കണ്ടെത്തുന്നത് വരെ താൻ സ്ഥാനത്ത് തുടരുമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പാർട്ടിക്കുള്ളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ UK കാനഡ സെൻട്രൽ ബാങ്ക് മുൻ മേധാവിയായി പ്രവർത്തിച്ച മാർക്ക് കാർണിയെ വിജയിച്ചതായി ലിബറൽ പാർട്ടി പ്രസിഡന്റ് സച്ച് മെഹ്റോ പ്രഖ്യാപിക്കുകയായിരുന്നു. ട്രൂഡോയ്ക്കു ശേഷം ലിബറൽ പാർട്ടിയുടെ നേതാവാകാൻ സാധ്യതയുള്ളവരിൽ മുൻപന്തിയിലായിരുന്നു കാർണി. 2008 മുതൽ 2013 വരെ ബാങ്ക് ഓഫ് കാനഡയുടെ 8ാമത്തെ ഗവർണറായിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2011 മുതൽ 2018 വരെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബോർഡിന്റെ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചു. താരിഫ് യുദ്ധവുമായി രംഗത്തിറങ്ങിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിടാൻ ഏറ്റവും വിശ്വസനീയനായ രാഷ്ട്രീയക്കാരനായി ജനം കാർണിയെ അംഗീകരിക്കുന്നുവെന്നും തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നു. പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ 1,31,674 വോട്ടുകൾ നേടിയാണ് മാർക്ക് കാർണി നേതൃത്വ മത്സരത്തിൽ വിജയിച്ചത്. അതായത് ഏകദേശം 85.9% ബാലറ്റുകൾ. അദ്ദേഹത്തിന്റെ എതിരാളിയായ ക്രിസ്റ്റിയ ഫ്രീലാൻഡ് 15,134 വോട്ടുകൾ നേടിയപ്പോൾ കരീന ഗൗഡ് 4,785 വോട്ടുകളും ഫ്രാങ്ക് ബെൽസെ 4,038 വോട്ടുകളും നേടി. ലിബറൽ പാർട്ടി കൺവെൻഷനിൽ പ്രസംഗിക്കുന്നതിന് മുമ്പ് കാർണിയെ അദ്ദേഹത്തിന്റെ മകൾ ക്ലിയോ കാർണി അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ച് ഈ സന്തോഷം പങ്കിട്ടിരുന്നു. ഈ വർഷം ആദ്യമായിരുന്നു ട്രൂഡോ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെച്ചത്. പാർട്ടിയുടെ അടുത്ത നേതാവിനെ തിരഞ്ഞെടുത്തതിന് ശേഷമായിരിക്കും രാജി എന്നും പാർട്ടി നേതൃസ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുകയാണ് എന്നുമായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. 2015 താൻ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ സമയത്തേക്കാൾ മികച്ച രാജ്യമാണ് കാനഡ ഇപ്പോൾ. തന്റെ സർക്കാർ ദാരിദ്ര്യം കുറയ്ക്കുകയും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുകയും ചെയ്തു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.